അഖിൽമാരാറെ, വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. പക്ഷേ അതിങ്ങനെ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത്. ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നാണ് നിങ്ങളുടെ സ്വയം ഒരു വിചാരം. പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം നാട്ടുകാർക്ക് നിങ്ങളോട് തോന്നുന്നത് വെറും പുച്ഛമാണ്. കാരണം അതുപോലെയുള്ള വിവരക്കേട്, വെളിവില്ലായ്മ, അങ്ങനെ എന്തൊക്കെയോ ആണ് നിങ്ങൾ വിളിച്ച് പറയുന്നത്. നിങ്ങൾ വിളിച്ച് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടോയെന്ന് സ്വയമായിട്ട് ഒന്ന് ഇരുന്ന് കേട്ട് നോക്കണം. ഇത് എയറിൽ കയറും, എന്നിട്ട് എയറിൽ നിന്ന് ഇറങ്ങും, വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും, വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഫ്ലൈറ്റ് പിടിച്ച് അവിടെ ഇരി. താഴോട്ട് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എയറിൽ പോകുന്നതിനേക്കാളും ഭേദം അതല്ലേ. ഓരോ വിവരമില്ലായ്മ വിളിച്ചു പറയും, എന്നിട്ട് എയറിൽ കയറുമ്പം അതിന് എക്സ്പ്ലനേഷനായിട്ട് വരും. ആ എക്സ്പ്ലനേഷനായിട്ട് വരുന്ന വീഡിയോയിൽ അതിനേക്കാളും വലിയ കോപ്പായിരിക്കും എയറിൽ കയറാൻ. എന്ത് വിധിയാണോ മനുഷ്യ നിങ്ങളുടെ. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചു അവിടെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ സ്ത്രീകളുടെ ആരോഗ്യവും അവരുടെ സാമ്പത്തിക പ്രശ്നവും ആണോ ഇപ്പോഴത്തെ സ്ത്രീകൾക്കുള്ളത്? ആണോ അഖിൽമാരാറെ? പണ്ടത്തെ സ്ത്രീകൾ പ്രസവിച്ച ഉടൻ പണിക്ക് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. അഥവാ അങ്ങനെ അവർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവർ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ മാർഗമില്ലാത്ത രീതിയിൽ ചെയ്യുന്നതാ. അതിനെയാണ് നിങ്ങൾ പണ്ടത്തെ സ്ത്രീകൾ ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു പ്രക്രിയയാണ് പ്രസവം എന്ന് പറയുന്നത്. ഊക്ക് കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ പല രീതിയിലും, പലയിടത്തുനിന്നും, പല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഇല്ലേ? അതിൽ ചില ഊക്കുകൾ ഞാൻ കേൾപ്പിച്ചു തരാം. ശരിക്കും എന്താണ് പ്രസവം? നല്ലൊരു സദ്യ കഴിച്ച് പായസം കുടിച്ച് കിടന്ന് ഉറങ്ങുന്ന ഫീൽ ഉണ്ടല്ലോ, ആ ഒരു എൻജോയ്മെന്റ് ആണ് പ്രസവം. എനിക്ക് പ്രസവിക്കണം തോന്നിയപ്പോൾ ഓടിപ്പോയിട്ട് ഒരു ഒലക്കെടുത്ത് ഞാൻ അരി ഇങ്ങ് കുത്തി പൊട്ടിച്ച് നേരെ പോയിട്ട് അങ്ങ് പ്രസവിച്ചു. എന്തൊരു സുഖമായിരുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും നല്ല വേദനയാണ്. എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡൈനോസർക്ക് നടക്കുന്ന പോലെ അങ്ങനെ പോയിട്ടാണ് ടോയ്ലറ്റിലേക്ക് പോയത്. ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതായത് ഡെത്തൊക്കെ ഭയങ്കര കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ അതിനുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. എൻജോയ് ചെയ്യട്ടെ. ഒരു പീരീഡ്സ് പെയിൻ വന്നാൽ പോലും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക്. എന്നാലും തട്ട് താഴ്ന്നതിരിക്കും. പക്ഷെ ഇത്രയും താഴ്ന്നു ഞാൻ വിചാരിച്ചു. പണ്ട് വളരെ സിമ്പിളായിട്ട് എൻജോയ് ചെയ്ത് പ്രസവിക്കുന്ന, കാരണം ചായക്കടയിൽ പശുത്തൊഴുത്തിലൊക്കെ പ്രസവിക്കും. പക്ഷെ കുട്ടി ഉണ്ടാവും, കുട്ടിയുടെ അമ്മ ഉണ്ടാവാറില്ല. രണ്ട് പെൺമക്കളെയാണ് ദൈവം അങ്ങനെ കൊടുത്തിട്ടുള്ളത്. കിട്ടിയല്ലോ. അവർ പറഞ്ഞ സത്യമാണ്. പണ്ട് മരണനിരക്ക് എന്ന് പറയുന്ന സാധനം കൂടുതലായിരുന്നു, ഇപ്പം അത് കുറവാ. കാരണം നിങ്ങളുടെ ഈ പുച്ഛിച്ച ഹോസ്പിറ്റലുകാർ അവരതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ്സും മറ്റും ഈ പ്രഗ്നൻ്റ് ആയ ലേഡികൾക്ക് കൊടുക്കുന്നുണ്ട്. അവരതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ എടുക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ മരണനിരക്കും ഇപ്പോഴത്തെ മരണനിരക്കും അഖിൽമാരാറ് സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. എയറിൽ കയറി എന്ന് പറയുമ്പം അറിഞ്ഞപ്പോൾ അഖിൽമാരാർ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. ഇത് 1847 CMS കോളേജ് കേരളത്തിൽ സ്ഥാപിച്ച കാലം മുതൽ, ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന കാലം മുതൽ, ഇവിടുത്തെ രാജാക്കന്മാരുടെ ചിന്തകൾ മുതൽ നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാജാക്കന്മാരും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണോ സ്വാതിരുന്നാളുടെ കാലത്താണോ എനിക്കറിയത്തില്ല, ഐൻസ്റ്റീനെ വരെ ബന്ധപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ രാജാക്കന്മാരുടെ ചിന്തകളിലൂടെ ആ രാജാക്കന്മാരുടെ ഒപ്പം സഞ്ചരിച്ച അന്നത്തെ ഈ അറിവുള്ള ഒരു ബ്രാഹ്മൺസ് ആണല്ലോ. ഇനി ഞാൻ ജാതി പറഞ്ഞു ബ്രാഹ്മണിക്ക് കിഞ്ഞു പറയണത് അതല്ല ഞാൻ പറയുന്നത്. ഈ അന്നത്തെ അറിവ് ബോധമുള്ള ബ്രാഹ്മണന്മാരുടെ ചിന്ത അത് മുന്നോട്ട് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്തെടുത്തതിൻ്റെ ഫലമായിട്ട് കേരളം ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അപ്ഡേറ്റഡ് ആണ്. ഈവൻ ഒരു കക്കൂസ് അല്ലെങ്കിൽ 4 ചുവരിനുള്ളിൽ അടച്ചിട്ട് ഒരു സ്ഥലത്ത് പോയി വേണം നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിനൊരു സുരക്ഷ ഒരുക്കി കൊടുക്കണം. അത് എത്രയും താഴെ തട്ടി താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് കക്കൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് ആക്ഷേപിക്കുക, നിന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ കക്കൂസില്ലാത്ത ജനത എന്തിനാണ് ആക്ഷേപിക്കുന്നത്? നീ മനസ്സിലാക്കുന്നത് അവിടുത്തെ സ്ത്രീകൾക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. അവിടുത്തെ ജനതയ്ക്ക് ഒരു പ്രൈം മിനിസ്റ്റർ പറയുകയാണ് കക്കൂസ് പണിയണം, അതുകൊണ്ട് ആലോചിക്കണം അയാൾ എത്രത്തോളം താഴെ തട്ടിലുള്ള ജനതയുടെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടായിരിക്കും ഒരു പ്രൈം മിനിസ്റ്റർ ആദ്യം കയറിയിട്ട് കക്കൂസ് പണിയണം ഈ രാജ്യത്ത് പറയുന്നത്. ഗ്യാസ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത്. വിറകൊടിച്ചുകൊണ്ട് വന്ന് കാട്ടിൽ പോയി വിറകൊടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാട്ടിൽ പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ല കുരി പിടിച്ചോ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റോ ചിലപ്പോൾ അത് വഴി വീണ് കിടക്കും. അപ്പോൾ ആ സ്ത്രീക്ക് ഇനി വീട്ടിൽ ഗ്യാസ് കൊടുക്കണം. ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത്. അല്ലാതെ ഈ ലോകത്തെ എടുത്ത് മലമറിക്കുന്ന വികസനങ്ങളിലൂടെ ചെയ്യുന്നതല്ല. അപ്പോൾ അതിൽ കാശ് അവനെന്തായാലും 1 രൂപ 2 രൂപ പെട്രോളിന് കൂടിയപ്പോഴത്തേക്കും കുഴപ്പം. അപ്പോൾ ഈ 1 രൂപ എന്തിനാണ് നിങ്ങൾ കേന്ദ്രം പറയുന്നത് ഇത് കക്കൂസ് പണിയാനാണ്? പിന്നെ ഇയാൾക്ക് കക്കൂസ് പണിയാനല്ലേ ഞാൻ 1 രൂപ തരുന്നത്? ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇപ്പോൾ ഞങ്ങൾ അതിൽ നമ്പർ ഉണ്ടല്ലേ, ശിശുമരണ നിരക്ക് നമ്പർ ഉണ്ടല്ലേ, മറ്റേത് നമ്പർ ഉണ്ടല്ലേ, മറിച്ചത് നമ്പർ ഉണ്ടല്ലേ. ഇവിടെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്മ അപ്പോൾ ഇവൻ്റെ മോൾ എന്തോ മാരക രോഗം കണക്കാം പ്രഗ്നൻസിയെ കാണുമ്പോൾ. ഇപ്പോൾ
എടാ ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറഞ്ഞ് കേൾക്കാം, ആ സ്ത്രീ അവിടെ പ്രസവിച്ചിട്ട് പോയിരുന്നു ആ 2 കിലോ അരി ഇടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാം, സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്ത് വരുന്നുണ്ട്. ഇവിടെ ശിശുമരണം നാച്ചുറലി കുറവായിരുന്നു. ഈ എക്സ്പ്ലനേഷൻ ഇട്ടിയത് എന്ത് മാങ്ങാത്തൊലിക്കാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്കൊരു കോപ്പം മനസ്സിലായില്ല. ഇങ്ങേരെ പറഞ്ഞ കാര്യങ്ങളും ഇപ്പം എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ കോപ്പും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? ഈ 8 അഖിൽമാരാറിന് വല്ല ബോധമുണ്ടോ? എന്തേലും ആവട്ടെ, എന്തായാലും അഖിൽമാരാറിനെതിരെ ഈ ഒരു പ്രസ്താവന കാരണം കേസ് വന്നിട്ടുണ്ടല്ലോ, നല്ല കാര്യമായി. ഇങ്ങേരെ പോകുന്നിടത്തും വരുന്നിടത്തും ഇപ്പോൾ ആൾക്കാർ എടുത്തിട്ട് അലക്കുക. സോഷ്യൽ മീഡിയയിൽ മൊത്തം അഖിൽമാരാറുടെ പ്രസവമാണ് ചർച്ച. ട്രോളോടെ ട്രോള്, എല്ലാ ആൾക്കാരും എടുത്തിട്ട് ട്രോളുന്നുണ്ട്. ഞാൻ അഖിൽമാരാരുടെ സുഖപ്രസവത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടു. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാതിരുന്ന ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ലാതെ തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞാൻ 2 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കുട്ടിയുടെ കോംപ്ലിക്കേഷൻ ആയിരുന്നു, രണ്ടാമത്തേതും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ആദ്യത്തെ കോംപ്ലിക്കേഷൻ ആയിരുന്നപ്പോൾ അവർ വജൈനൽ ഇൻസെക്ഷൻ 12ഓളം ഇട്ടിട്ട് വാക്വം ചെയ്താണ് മുന്നിയെടുത്തത്. രണ്ടാമത്തെ ഡെലിവറി C-സെക്ഷൻ ചെയ്താണ് എടുത്തത്. അപ്പോൾ എനിക്ക് അഖിൽമാരോട് സംസാരിക്കാൻ യോഗ്യത അത് മാത്രം മതി എന്ന് കരുതുന്നു. അപ്പോൾ പ്രിയപ്പെട്ട അഖിൽമാരാർ, താങ്കളുടെ ഭാര്യ ഇനിയും പ്രസവിക്കുമെങ്കിൽ താങ്കളുടെ ഭാര്യയ്ക്ക് അതിനുള്ള പ്രായവും ആരോഗ്യവും ഉണ്ടെങ്കിൽ താങ്കൾ അതിനുവേണ്ടി ഒന്നുകൂടി ട്രൈ ചെയ്യണം. എന്നിട്ട് ഭാര്യയുടെ ഗർഭം മുതൽ പ്രസവം വരെ താങ്കൾ ഭാര്യയുടെ കൂടെ ആയിരിക്കുകയും ആ പ്രസവ ദിവസം ലേബർ റൂമിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കൂടെ ഉണ്ടാവുകയും വേണം. അപ്പോൾ കാണുന്ന സങ്കീർണതകളെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ കുട്ടി അനുഭവിച്ച ശാരീരികവും മാനസികവുമായ ട്രോമകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ താങ്കളുടെ ഈ കഴുത്തിന് കുറച്ച് ശമനം കിട്ടുന്നതായിരിക്കും. അഖിൽമാരാറേ, ഇനിയെങ്കിലും എന്തേലൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. തൻ്റെ ഒരു വിചാരമുണ്ട്, താൻ പറയുന്നതൊക്കെ ശരിയാ, ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, എനിക്ക് വലിയ എന്തോ അറിവുണ്ട്, ചില കാര്യങ്ങൾക്കൊക്കെ ഓക്കെ, ചില കാര്യങ്ങൾ അഖിൽമാരാർ പറയുന്നത് കേൾക്കുമ്പോൾ അറിവുണ്ടെന്ന് തോന്നാറുണ്ട്. പക്ഷേ ആ തോന്നലിൽ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഈ അഖിൽമാരാർ തന്നെ മാറ്റി ചിന്തിപ്പിക്കും. അമ്മാതിരി പ്രസ്താവന ഇങ്ങനെ ഇറക്കും. പിന്നെ നിലപാട് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അടുത്തൂടെ പോയിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ബിഗ് ബോസിൽ പോകത്തില്ല എന്ന് പറഞ്ഞു പിറ്റേത്തെ സീസണിൽ ബിഗ് ബോസിൽ പോയി. ഇപ്പം മറ്റേ പാർട്ടിയുടെ കാര്യത്തിൽ ഈ പാർട്ടി കയറത്തില്ല എന്ന് പറഞ്ഞു ആ ചാണകത്തിൽ തന്നെ കയറിയിരിക്കുന്നു. ഇതാണ് നിലപാട്. പിന്നെ വിവരമില്ലായ്മ അതാണ്ടേ, ഓരോ മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വിവരമില്ലായ്മ. കഷ്ടോടെ, നിങ്ങളുടെ ഭാര്യ ഇതൊന്നും കേട്ടിട്ട് ഒന്നും പറഞ്ഞില്ലേ? നിങ്ങളുടെ അമ്മ, എനിക്ക് അറിയത്തില്ല ജീവിച്ചിരിപ്പുണ്ടോയെന്ന്, അവരൊന്നും പറഞ്ഞില്ലേ? ഉണ്ടെങ്കിൽ ഇമാതിരി വിഡ്ഢിത്തം വിളിച്ച് പറയുമ്പം പോട്ടെ, ഭാര്യ എന്ന് പറയുന്ന 2 പ്രസവിച്ചതല്ലേ, ആ സ്ത്രീക്ക് അവിടെ ഒന്നും പറയാനില്ലേ? എന്താണ് അവർ അനുഭവിച്ച പെയിൻ, അവരനുഭവിച്ച ടെൻഷൻസും കാര്യങ്ങളും ഒന്നും ഭാര്യയ്ക്ക് പറയാനില്ല? എങ്ങനെ പറയാനാ? പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ആ സ്ത്രീക്ക് അറിയാം. കാരണം ഞാൻ പിടിച്ച മുയലിന് എപ്പോഴും 3 കൊമ്പാണെന്നുള്ള മൈൻഡ് സെറ്റായിരിക്കും. ശരി എന്നാ മാരാരെ.